രാത്രി നിശബ്ദമാകുമ്പോൾ കാപ്പിരികളുടെ ആത്മാക്കൾ സംസാരിക്കാൻ തുടങ്ങുമെന്നാണ് കൊച്ചിക്കാരുടെ വിശ്വാസം. ആളൊഴിഞ്ഞ റോഡിലൂടെ നടക്കുമ്പോൾ പുകവലിയുടെ ഗന്ധം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തും ഒരു കാപ്പിരി ഉണ്ടായിരിക്കാം. ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിലെത്തിയത്. അവിടെ വിചിത്രമായ ഒരു തറ കണ്ടു. പക്ഷെ ആരെയാണ് ആരാധിക്കുന്നതെന്ന സൂചനയൊന്നും അവിടെ ഉണ്ടായില്ല. ആരൊക്കെ അവിടെ മെഴുകുതിരികൾ കത്തിച്ച് വച്ചിട്ടുണ്ട്. ഏത് ദൈവമായാലും എന്താ, കാര്യം സാധിച്ചാൽ പോരെയെന്ന് വിചാരിച്ച് ഞാനും ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഞാനപ്പോൾ ശ്രദ്ധിച്ച കാര്യം, മെഴുകുതിരികളുടെ ഇടയിൽ ബീഡികൾ വച്ചിരിക്കുന്നു. എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനടുത്തായി തന്നെയാണ് ഞാനൊന്ന് തങ്ങാൻ തീരുമാനിച്ച എൻ്റെ കൂട്ടുകാരിയുടെ വീട്. ഒരു പഴയ വീടിൻ്റെ പുറമോടി മാറ്റി പുതുക്കി പണിത വീടാണത്. അന്ന് രാത്രി ഞാൻ കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ ബീഡി വലിക്കുന്നതിൻ്റെ ദുർഗന്ധം വരാൻ തുടങ്ങി. പുറത്തു നിന്നായിരിക്കുമെന്ന് കരുതി ഞാൻ ജനലടച്ചു. ബാഗ് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ സ്ഥിരം കഴിക്കാറുള്ള ഉറക്ക ഗുളികൾ എടുക്കാൻ മറന്നിരിക്കുന്നുവെന്ന്. അടുത്ത ദിവസം പ്രൊഡ്യൂസറുമായി സ്ക്രിപ്റ്റ് ഡിസ്കഷനുണ്ട്. നല്ല ഉറക്കം അത്യാവശ്യമാണ്. മറ്റ് വഴികളില്ലാതായപ്പോൾ ഞാൻ ഉറക്കം വരണേന്ന് പ്രാർത്ഥിച്ചു കിടന്നു. അന്നായിരുന്നു ഞാൻ കാലങ്ങൾക്ക് ശേഷം സമാധാനത്തോടെ ഉറങ്ങിയത്. ആ ഉറക്കത്തിൽ എനിക്ക് കാവലായി കുറേ പേർ ഒരു ചങ്ങലവളയം തീർത്ത് എനിക്ക് ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാവൽക്കാരുടെ നടുവിൽ കിടന്ന് ഞാനൊന്ന് സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് തന്നെ ബസ് കയറ്റി വിടാനായി എൻ്റെ കൂട്ടുകാരെയും കൂടെ വന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ആ തറ കടന്ന് പോയപ്പോൾ ഞാൻ അതിനെപ്പറ്റി അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പണ്ട് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അവരെ സഹായിക്കാനായി ആഫ്രിക്കയിൽ നിന്ന് അടിമകളെയും പിടിച്ചുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഡച്ചുകാർ വന്നതോടെ പോർച്ചുഗീസുകാരുമായി യുദ്ധത്തിലായി. അതോടെ പോർച്ചുഗീസുകാർ അതുവരെ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. തങ്ങളുടെ സ്വത്ത് മറ്റാർക്കും കിട്ടാതിരിക്കാൻ അവർ അവയെ പലയിടത്തും ഒളിപ്പിച്ചു വെച്ചു. അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവരുടെ സ്വത്തിന് കാവലിനായി കാപ്പിരികൾ എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്കൻ അടിമകളെ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ സംരക്ഷണം കാലാകാലം നിലനിൽക്കാൻ പോർച്ചുഗീസുകാരൊരു വഴി കണ്ടെത്തി. കാപ്പിരികളെ അവരുടെ നിധിയോടൊപ്പം ജീവനോടെ കുഴിച്ചിടുക. ഫോർട്ട് കൊച്ചിയിലെ പഴയ വീടുകളിലെ ചുമരിൽ നിന്ന് ചങ്ങലക്കെട്ട് നിലയിൽ മനുഷ്യാസ്ഥികൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കണ്ടെത്താറുണ്ട്. അന്ന് മരണമില്ലാത്തവരായി മാറിയ ഇന്നും കൊച്ചിയിലെ തെരുവുകളിൽ രാത്രി ബീഡിയും വലിച്ച് കുശലവും പറഞ്ഞ് അലയുന്ന കാപ്പിരികളുടെ തലവനാണ് ഞാൻ മെഴുതിരി കത്തിച്ച കാപ്പിരി മുത്തപ്പൻ. തലേന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ആരൊക്കെയാണ് എൻ്റെ ചുറ്റും കാവൽ നിന്നതെന്ന് ഞാനൊരു ഞെട്ടലോട് തിരിച്ചറിഞ്ഞു. ആ മുറിയുടെ 4 ചുവരിലും നിറയെ കാപ്പിരികൾ കാവൽ നിൽക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞില്ല. ഒരു പക്ഷേ എനിക്ക് ഉറക്കമാണ് വേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ടാവാം അവർ രാത്രി പരസ്പരം സംസാരിക്കാതെ നിശബ്ദമായി ഞാൻ ഉറങ്ങുന്നത് നോക്കി നിന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഥ ഞാനിന്ന് ആ മുറിയിൽ നിന്ന് എഴുതുമ്പോൾ ആ മുറിയിൽ പേയിങ് ഗസ്റ്റായിട്ടാണ് ഞാൻ കഴിയുന്നത്. എന്നെ ഒരു കാലത്ത് ഉറക്കം കിടത്തിയവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഇപ്പോൾ കാപ്പിരികളുള്ളപ്പോൾ ഞാൻ വേറെ ഏത് മുറിയിലാണ് കിടക്കേണ്ടതല്ലേ?